Hello and welcome to Eilat's History Museum. ആ ജീപ്പ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അന്ന് winding road when a band of Jordanian terrorists suddenly opened. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി എലാത്ത് മ്യൂസിയത്തിലെത്തി. ഇത് ഓപ്പൺ ആണോ എന്നൊരു സംശയമുണ്ട്. എന്താ സംഭവം? ഷിപ്പിൻ്റെ ക്രെയിനുമായിട്ട് ബന്ധപ്പെട്ട സംഭവം എഴുതിയിട്ടുണ്ട്, മൊത്തം ഹീബ്രു ഭാഷ. ഇസ്രായേലിൽ വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതത്ര മെയിൻറ്റെയിൻ ചെയ്തൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന പോലെ ഉണ്ട്. ഇവിടെ ഒരു പഴയ സ്കൂൾ ബസ്സാണെന്ന് തോന്നുന്നു, GMCയുടെ. US ഇപ്പോഴും ഈ സെയിം സ്കൂൾ ബസ് ഉപയോഗിക്കുന്നുണ്ട് അവിടെ. ഇതിൻ്റെ പുറകിലുള്ള ചരിത്രം എന്താണെന്നൊന്നും ഇവിടെ എഴുതി വയ്ക്കാത്തത് കൊണ്ട് നമുക്കത്ര മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സൈഡിൽ കൂടെ വരായിരിക്കും ചിലപ്പോൾ, അപ്പുറത്ത് ഗ്ലാസ് ഇട്ടിരിക്കുക. നമ്മളെപ്പോലത്തെ ബിരുദന്മാർ വരുന്നവർക്കറിയാം. മ്യൂസിയം എൻട്രൻസ് ഇവിടെയാണ്. പക്ഷെ ഇവിടെ ഒരു തിരക്കും കാണുന്നില്ല. എല്ലാത്ത മ്യൂസിയം എന്ന് പറയുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് സംഭവമായിരിക്കണമല്ലോ. ഓപ്പണാണ് കേട്ടോ. യെസ്, ഇറ്റ്സ് ഓപ്പൺ. എന്തൊരു ടയറോ നോക്കി. ഇതെനിക്ക് തോന്നുന്നത് ഹീബ്രു എഴുതിയോണ്ട് മനസ്സിലാകുന്നില്ല, പക്ഷേ ഇതാണെന്ന് തോന്നുന്നില്ല. നമ്മുടെ ഇസ്രായേൽ രജിസ്ട്രേഷനാണ് ഇതെന്ന് തോന്നുന്നില്ല. എന്തായാലും ഓപ്പൺ ആയിട്ടുണ്ട്. ഒരു മനുഷ്യക്കുഞ്ഞില്ലാത്ത മ്യൂസിയം ഇവിടെ. ഹായ്, how are you? Okay, we have entry fee or? This museum Historia. Hello and welcome to Eilat's History Museum, my city Eilat, where we commemorate the city's long historic heritage. The museum tells the story of Israel's southernmost city and of the people who established it. I invite you to accompany me on a journey through the pathways of history via photographs and exhibits of the city, from its very foundation to the present day. Visiting the museum, you will learn about the growth of Eilat from a small copper mining town and a port town to its present-day status as Israel's largest tourist destination. We invite you to enter the museum. 1949 മാർച്ച് 5 to 10 വരെ നീണ്ടു നിന്നൊരു യുദ്ധമായിരുന്നു ജോർദാനും ഇസ്രായേലും തമ്മിലുണ്ടായിരുന്ന OVDA യുദ്ധം. അന്ന് ആ യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന ജീപ്പാണിത്. ആ ജീപ്പ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അന്ന് അവരുപയോഗിച്ചിരുന്ന ഇതിൻ്റെ മാതൃകയായിരിക്കാം. അല്ല, ഇത് ഒറിജിനൽ വെപ്പൺ തന്നെയാണെന്ന് തോന്നുന്നു. മീൻസ് ഇത് വർക്കിംഗ് അല്ല, ഒറിജിനൽ വെപ്പൺ തന്നെയാണ്. അവർ അന്ന് ആ ഒരു സംഭവത്തിൽ ഉപയോഗിച്ചിരുന്ന വെപ്പണായിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ അതിനകത്ത് സോൾജേഴ്സ് ഇരിക്കുന്ന അന്നത്തെ അവരുടെ വസ്ത്രധാരണം. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോഴും ഇങ്ങനത്തെ പോലീസ് യൂണിഫോമുകളുണ്ട് പല സ്ഥലങ്ങളിലും. അതുപോലെ അന്ന് ഉപയോഗിച്ചിരുന്ന ഗണ്ണ്, അതിൻ്റെ പിസ്റ്റലും സംഭവങ്ങളും സിലിണ്ടറൊക്കെ നമുക്ക് കാണാം. കാഞ്ചി. ഇത് ആക്ച്വലി വില്ലീസ് ജീപ്പാണ്. അതെ, വില്ലീസിൻ്റെ ഏത് മോഡലാണിത്, ഏതാണെന്ന് കാണിച്ചിട്ടില്ല. എന്തായാലും വില്ലീസാണിത്. ലോ ഫ്ലോർ വണ്ടികളായിരുന്നു അന്നത്തെ, ലോ ബോണറ്റ് വണ്ടികൾ. സൈഡിലൊരു മഴു. ലീഫ് സ്പ്രിങ് സസ്പെൻഷൻ ആയിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്. എങ്കിലും അതിനകത്ത് ഒരു ഷോക്ക് എക്സോർബറും ഘടിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാം, ഷോക്കുണ്ട്. പിന്നെ ഇതൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് അല്ല, 4x4 ജീപ്പാണ്. ഇപ്പോഴും നമ്മുടെ മഹേന്ദ്ര ജീപ്പുകളിൽ ഈ ടൈപ്പ് ടയർ ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് പ്രാവശ്യം റീട്രെഡ് ചെയ്യാവുന്ന ടൈപ്പ് ടയറാണത്. ഒരു ഏരിയയിൽ ഇവിടെ കാണാം ആൻറ്റിന, അതുപോലെ ജെറിക്കാൻ. പിന്നെ ഇതെനിക്ക് തോന്നുന്നു ജസ്റ്റ് ക്യാമ്പിങ് പോലെ തണല് കിട്ടാൻ വേണ്ടിയുള്ള സംഭവമാണെന്ന് തോന്നുന്നു. ഇത് സിംഗിൾ ബാരൽ.
ഒരു കാലത്ത് ഒരുപാട് പേരുടെ ജീവൻ എടുത്തിട്ടുള്ള ആയുധങ്ങളായിരിക്കാം ഇത്. ഒരുപാട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും പിടിച്ചടക്കലുകൾക്ക് വേണ്ടിയും അധികാരം നിലനിർത്തലുകൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കപ്പെട്ടിരുന്ന ആയുധങ്ങളായിരിക്കാം ഒരു പക്ഷേ ഇത്. അന്നത്തെ ആ മിലിറ്ററി മാൻ്റെ ഫേസ് ഇവർ നല്ല രീതിയിൽ തന്നെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കണ്ണിങ് ആയിട്ടുള്ളൊരു മിലിറ്ററി മാൻ്റെ ഫേസ്. എനിക്കിവിടെ ഈ മ്യൂസിയത്തിൽ വന്നപ്പോൾ കിട്ടിയ വേറൊരു ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ഈ മ്യൂസിയത്തിൽ ഇന്ന് എന്തൊക്കെയുണ്ടോ അതെല്ലാം എനിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഈ ജീപ്പിൻ്റെ ഒരു ഓഡിയോ വിഷ്വൽ നമുക്കൊന്ന് കേൾക്കാം. What you see now is the original reconstructed Jeep from the Ovda operation, which took place in March of 1949 in an attempt to establish Israel's control over Eilat Bay. This Jeep belonged to the scouts of the Palmach Negev's brigade, who were the first to arrive at the Rashrash British police station at 4 p.m. and raised the famous Israeli ink flag, which you will be able to see later on in our tour. 3 of the brigade's fighters are sitting on the Jeep, wearing their military uniforms from that time, and holding rifles and machine guns, which the brigade scouts used on their way to Eilat. Now, please turn left to the Eilat port exhibit at stop number 8. എലാത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സ് വിശദീകരിച്ചുകൊണ്ടുള്ളൊരു ചിത്രമാണിത്. ഇത് തുടങ്ങുന്നത് 1945-ലാണ്. 45-ൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഈ സ്ഥലത്ത്. അതിനുശേഷം 56 ആയപ്പോഴത്തേനും അവിടെ ഒരു ലേ ഔട്ട് പോലെയൊക്കെ വന്നു. 68 ആയപ്പോഴത്തേക്കും ഒരു നഗരത്തിൻ്റെ മാതൃകയിലായി. അത് 77 ആയപ്പോഴേക്കും കുറേ കൂടെ ഡെവലപ്ഡായി. 90-കളായപ്പോഴത്തേക്കും ഒരു വ്യക്തമായ പിക്ചറിലേക്ക് വന്നു. ഒരു നഗരത്തിൻ്റെ രൂപകൽപ്പന കംപ്ലീഷനിലേക്ക് വന്നു എന്ന് പറയാം. 2000 ആയപ്പോഴത്തേക്കും ഒരു കംപ്ലീറ്റ് നഗരം സാധ്യമായി ശരിക്കും. അടിപൊളി. ഇത് ആക്ച്വലി ഇത് റീകൺസ്ട്രക്റ്റഡ് ബസ്സാണ്. ഇതിനകത്ത് എയർ കണ്ടീഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി നമുക്ക് കേൾക്കാം. On Sunday morning, on the 12th day of the month of Adar Bet, 1954, at 7 a.m., Eged Eshed bus number 1383 was making its way back to Tel Aviv from Eilat, carrying 14 men, women and children, as well as 2 security soldiers. The passengers were returning from celebrations which had taken place in Eilat the previous day. At noon, the bus arrived at Ma'ale Akrabim, Scorpion's Ascent, and slowly began making its way up the winding road when a band of Jordanian terrorists suddenly opened fire from one of the bends in the road. The Eged drivers were the first to be hit, and most of the passengers were killed shortly after. It was only by miracle that a 5-year-old girl and her 8-year-old brother survived, although the boy passed away after 32 years of remaining in a vegetative state following the massacre. Among the survivors were also a woman and her daughter, who lay motionless and were assumed to be dead by the terrorists. The heinous murder devastated the entire state of Israel, but it was only 14 years after the massacre at Ma'ale Akrabim that the Shaked Commander Unit settled accounts with the head of the terrorist band in Sinai. The Eged Bus Company management responded to the request of the residents of Eilat when it decided to put at the disposal of the My City Eilat Museum an authentic reconstructed Eged bus of the same model as the bus that connected Eilat with the north of Israel back in the 1950s. Eged representatives Yossi Cohen and Avi Atias located the remains of a GMC model bus and saw to its year-long meticulous and artful reconstruction at an Eged garage in Haifa. The bus, now displayed before you, was transferred to Eilat in February 2007.
and you are welcome to step inside and experience the precise reconstruction work. You are standing in front of 2 red carts which were delivered to the museum from the underground mine in Timna, and which were used to extract lead from the earth. It is worth noting that humans had begun producing copper as far back as 6,000 years ago. 25 kilometers north of Eilat lies Timna Park. Here at the heart of the Arava region, in this area rich in copper lead, are history's first copper mines. From the dawn of time, the Timna region served as a source of copper for ancient Egypt, as well as for such kings as David and Solomon, and for the Romans and the Byzantine. According to historical sources and archaeological studies, it was the people of Timna who first learned how to melt copper lead in the ancient mines and how to turn it into metallic copper. Following the establishment of the State of Israel, a government company called the Timna Copper Mines was founded as a part of Israel Quarries Limited in an attempt to develop the Timna copper deposit, which was discovered in 1949. After several years of geological study and planning, a factory was built and the production and processing of lead began in 1955. On the wall before you, you can see how the mining work was done both in open mines, using giant trucks, and in underground mines that are almost 1,000 meters deep. ഇത് ആക്ച്വലി ഇസ്രായേൽ അല്ലെങ്കിൽ എലാത്ത് പോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റാണ്. പല പല ഘട്ടങ്ങളിലായിട്ടുള്ള ഡെവലപ്മെൻറ്റാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. 1955 ഇസ്രായേലിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ഡേവിഡ് ബെൻഗൂറിയനാണ് ഈ പോർട്ടിന് തുടക്കമിട്ടത്. അത് അന്ന് ഇതായിരുന്നു, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കാണുന്ന ചെറിയ സംഭവമില്ലേ, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ആ പോർട്ട്. അതിനുശേഷം പടിപടിയായിട്ട് ഡെവലപ്മെൻറ്റ്സ് ഓരോരോ പ്രാവശ്യമായിട്ട് വന്നതാണ് ഈ കാണുന്നത്. അതിങ്ങനെ 1967 ആയപ്പോഴത്തേനും ഈ രീതിയിലായി. പിന്നീട് അത് വീണ്ടും ഡെവലപ്മെൻറ്റ്സ് നടന്ന് വലിയ വലിയ മദർഷിപ്പുകൾ വരുന്ന ഒരു രീതിയിലേക്ക് എത്തി. 1976 ആയപ്പോഴത്തേക്കും ഈ രീതിയിലായി. ഇന്ന് ഇസ്രായേലിലെ ഒരു പ്രധാന പോർട്ടുകളിലൊന്നാണ് എലാത്തിൽ ഇന്ന് ഉപയോഗിച്ച് വരുന്ന പോർട്ട്. ഇത് ഒരു ആധുനിക രീതിയിൽ ഉപയോഗിച്ച് വരുന്ന കടൽ വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കി മാറ്റുന്ന ഒരു പദ്ധതിയുടെ ലേ ഔട്ടാണ് ഇത്. എലാത്തിൽ ഓൾറെഡി പ്രാവർത്തികമായൊരു സംഭവമാണ്. ഇവിടുന്ന് വെള്ളം പമ്പ് ചെയ്ത് ഈ പൈപ്പുകളിലൂടെ ആ ടാങ്കിലെത്തിച്ച് ആ ടാങ്കിൽ നിന്നത് ഇങ്ങനെ പോയി ഇത് മൈൽ സ്റ്റോൺ ആയിരിക്കും, അതെ, എത്തിച്ചത് പലതരത്തിലുള്ള ഫിൽറ്ററിങ് പ്രോസസ്സുകളിലൂടെ കടത്തിവിട്ട്, അവിടെ കാണാം മൈക്രോൺ ഫിൽറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ പലതരത്തിലുള്ള പ്രോസസ്സുകൾ നടത്തിയതിന് ശേഷം ഇവിടെ ഒരു പമ്പിൻ്റെ സഹായത്തോടുകൂടി ഡിസ്ട്രിബ്യൂഷൻ സെറ്റപ്പിലേക്ക് എത്തിക്കുന്ന ഒരു പദ്ധതി, ഒരു പ്രൊജക്റ്റാണത്. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റിൻ്റെ ലേഔട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. Before you is a green floatable container used to store Iranian weapons, which was captured during the IDF takeover of the Karine A weapon ship in January of 2002 in the Red Sea. In an operation which lasted 8 minutes, the forces of Flotilla 13 captured about 60 tons of weapons inside 83 crates hidden in containers in the ship's hold. The containers were built by fleet experts of the Iranian Revolutionary Guards and contained weapons meant for the Palestinian Authority in Gaza, including Saga missiles, Katyusha missile launchers, sniper rifles, mortars, and machine guns. In the museum courtyard, you can see the Karine A flagpole, situated on a giant concrete base. Now, please turn left to the salt factory exhibit. എല്ലാത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് ഭാഗമാക്കായിട്ടുള്ള ഒരുപാട് പ്രധാന വ്യക്തികളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. കൂടുതലും ഹീബ്രുവിലായതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. ഓക്കെ,
ഇവിടെ ഒരു ഫ്ലൈറ്റിൻ്റെ ഇത് കാണാം, നമ്മുടെ എന്താണ് ഇതിന് പറയുന്നത്, കോക്പിറ്റ്. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ഫ്ലൈറ്റിൻ്റെ അർക്കിയ ഫ്ലൈറ്റില്ലേ, ഇസ്രായേലിൻ്റെ ഫ്ലൈറ്റാണ് അർക്കിയ ഫ്ലൈറ്റിൻ്റെ ഒരു പഴയ മോഡൽ കോക്പിറ്റിൻ്റെ ഒരു ഇതാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഒരു ലേഔട്ടല്ല, ഒരു സിസ്റ്റം, മിഷനറി സിസ്റ്റമാണ് ഇന്നത്തെ. അത് കൊള്ളാം, അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇത് കാണുന്നത്. അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ വരച്ചു വെച്ചിരിക്കുന്നതാണ്. അവിടെ ആ ഒരു മറ്റേ കൺട്രോൾ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഇതിലൂടെയാണ്. എന്നാലും ഇത് പുതിയതല്ല, അർക്കിയ ഫ്ലൈറ്റിൻ്റെ, ഇന്നും അർക്കിയ ഫ്ലൈറ്റിൻ്റെ കളർ ഇത് തന്നെയാണ്. അതേപോലെ അന്ന് ഉപയോഗിച്ചിരുന്ന സ്റ്റോൺസ് ആണെന്ന് തോന്നുന്നു. ഇതെല്ലാം ഹീബ്രുവിൽ എഴുതി വെച്ചിരിക്കുന്ന കാരണം ഒന്നും മനസ്സിലാവുന്നില്ല. പലതരത്തിലുള്ള നാച്ചുറൽ സ്റ്റോൺസ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് മറ്റേ കെമിക്കൽസ്, മഗ്നീഷ്യം, പൊട്ടാസ്യം, കോപ്പർ, സൾഫേറ്റ്, അങ്ങനെയുള്ള ഇസ്രായേലിൽ അവൈലബിൾ ആയിട്ടുള്ള, ഇവിടെ മൈനിങ് നടക്കുന്നതായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഇതെല്ലാം. അതുപോലെ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു 4 സിലിണ്ടർ സിംഗിൾ പൈലറ്റ് യൂസ് ചെയ്യുന്ന യുദ്ധവിമാനമായിരുന്നു. അതിൻ്റെ ചെറിയ മോഡൽ, അതിൻ്റെ മൊത്തമായിട്ടുള്ള ഇതില്ല, ഒറിജിനലാണ്. പക്ഷേ ഇത് ഒറിജിനൽ എഞ്ചിനും കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഒറിജിനൽ കോമ്പോണൻസ് ആണെല്ലാം. അതിൻ്റെ ഒരു സംഭവം നമുക്കിവിടെ കാണാം. അതിൻ്റെ കോക്പിറ്റ് എന്നാണോ പറയുന്നതെന്ന് അറിയത്തില്ല, യുദ്ധവിമാനങ്ങൾക്ക് ആയിരിക്കണം. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഉണ്ട്. Operation Ovda for the liberation of Eilat Bay lasted from the 5th to the 10th of March 1949, with the aim of establishing Israeli control over Eilat Bay according to the United Nations partition plan. 2 brigades advanced towards Eilat in 2 columns. Please see the map below. The Golani Infantry Brigade number 1 moved through the Arava and fought the Jordanian holding force, while the Palmach Negev Brigade number 12 moved southwards through the central Negev region. The Palmach Brigade's advance force arrived at Rashrash, the British police station, on March the 10th at 4 a.m. and raised the Israeli flag, the Ink flag, and the Golani Brigade arrived 2 hours later. At the end of Operation Ovda, the front commander delivered a telegram which read, "In honor of Defense Day on the 11th day of the month of Adar, the Negev, Palmach and Golani Brigades present Eilat Bay to the State of Israel." In the slideshow before you, you can see the famous telegram announcing the liberation of the southern city of Eilat, as well as the photos of soldiers from both of the brigades which participated in the operation. Now let us turn back. എലാത്ത് മ്യൂസിയത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടല്ലോ. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാനിന്ന് ഇവിടെ വന്ന് ഈ മ്യൂസിയം ഈ മ്യൂസിയം ശരിക്കും പറഞ്ഞാൽ ഇന്ന് മൊത്തത്തിൽ എനിക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വേറെ ആരും ഞാൻ വന്നതിന് ശേഷം വന്നതായിട്ട് കണ്ടില്ല. ഒരു 1-1.5 മണിക്കൂറോളം നടന്ന് കംപ്ലീറ്റ് ആയിട്ടും കാണാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. എന്തായാലും കൊള്ളാം. വലിയ മൊത്തത്തിലുള്ള എലാത്ത് എന്താണെന്ന് അറിയണമെങ്കിൽ ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടത് തന്നെയാണിത്. 10 ഷെക്കലുള്ളൂ, നമുക്ക് വലിയ ചാർജൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ 10 ഷെക്കൽ മാത്രമേ ചാർജുള്ളൂ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, എലാത്ത് ഒരു സ്ഥലത്ത് നമ്മൾ വരുമ്പോൾ ആ സ്ഥലം എന്താണെന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അങ്ങനെ എലാത്ത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം എന്ന് മാത്രമല്ല, അതറിയാനായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് ഈ ഒരു മ്യൂസിയം എന്നുള്ളത്.